പ്രൈസ് ലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എബനേസൽ ഗോസ്ബൽ TV വിശേഷ നിത്യജീവൻ്റെ മൊഴിയിലൂടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവമക്കളുമായി സംസാരിപ്പാൻ അല്ലെങ്കിൽ അനുഭവസാക്ഷ്യങ്ങൾ പങ്കിടുവാൻ സകല കൃപാലുവായ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ക്രിസ്തുവിലായി. പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം, പുഴുവരിച്ച ഉദരത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ തക്കവണ്ണമിടയായി. ഞങ്ങൾ രക്ഷയിലേക്ക് വന്നു. തുടർന്ന് അഞ്ചൽ ആർച്ചൽ മണലിപ്പച്ചയ്ക്കടുത്തുള്ള ഒരു ദൈവസഭയോട് ചേർന്നു കർത്താവിനെ ആരാധിച്ചു വരുന്നു. ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ആ പുഴുവരിച്ചു പോയ തലമുറ ഞങ്ങൾക്ക് ജീവനോടെ ലഭിച്ചു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോകുമ്പോൾ ആത്മീയ ജീവിതത്തിൽ വലിയ ഇടുക്കവും ഞെരുക്കവും പ്രയാസവുമൊക്കെ ഉണ്ട്. എങ്കിലും സഹിക്കാൻ കഴിയാത്ത, ഇന്നും അന്നും സഹിക്കാൻ കഴിയാത്ത അനവധി വിഷയങ്ങളെന്ന് പറയുന്നത് മനുഷ്യർ, വിശേഷാൽ ദൈവമക്കൾ രക്ഷയിലേക്ക് വരുന്നവരെയോ അല്ലെങ്കിൽ പുതുതായി രക്ഷയിലേക്ക് വരുന്നവരെയോ രക്ഷയിലായിരിക്കുന്നവരെയൊക്കെ അപമാനിക്കുകയും തകർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. അവരുടെ കുറവുകൾ, ജാതിപരമായ വിഷയങ്ങൾ, കളറുപരമായ വിഷയങ്ങൾ, അവരുടെ പലവിധ വിഷയങ്ങളൊക്കെയും അവരെടുത്ത് അപമാനിക്കുകയും അതുപോലെ തന്നെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി വിഷയങ്ങളുടെ നടുവിലൂടെയാണ് ദൈവജനം കടന്നു പോകുന്നത്. എന്നാൽ ഈ കാലയളവിൽ ഞങ്ങൾ ആന്ധ്രയിൽ പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോസ്പൽ ഇൻ ആക്ഷൻ ഫെലോഷിപ്പ് ഇന്ത്യ എന്ന ഒരു പ്രസ്ഥാനത്തിൽ, ജീസസ് ബൈബിൾ കോളേജ് എന്ന് പറയുന്ന ഒരു ബൈബിൾ കോളേജിൽ, ആന്ധ്ര ചിത്തൂർ ഡിസ്ട്രിക്റ്റിൽ പൊളമനയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വേദം പഠിക്കാനായിട്ട് ഞങ്ങൾ കടന്നുപോയി. ഞാൻ കുടുംബമായി കടന്നുപോയി. ഏകദേശം 2 വർഷത്തോളം അവിടെ നിന്ന് വേദ പഠിക്കുവാനും അതിന് 3-ാം വർഷം പൂർത്തീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരികയും തക്കനിടയായി. വരുവാനുള്ള പ്രത്യേകമായ ഒരു കാരണം എന്ന് പറയുന്നത് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ. ശുശ്രൂഷകളില്ല, സാമ്പത്തികമായ ഒരു വരുമാനമില്ല, നല്ലൊരു വസ്ത്രം ധരിക്കാനില്ല, നല്ല ഭക്ഷണം കഴിക്കാനില്ല എന്ന് വേണ്ട ഒരു മനുഷ്യനാൽ സഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഏറി വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാനിന്ന് ഓർക്കുന്നു, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ശോധനയാണെന്ന് കരുതി നിൽക്കുവാനുള്ളൊരു ദൈവകൃപയും ഇല്ലാതെ പോയി. രക്ഷയിലേക്ക് വന്നു, യേശുക്രിസ്തു ദൈവമാണെന്ന് അറിഞ്ഞു, യേശുക്രിസ്തു അത്ഭുത വിടുതൽ തരുന്നൊരു ദൈവമെന്നറിയുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളൊക്കെ കർത്താവിനാൽ സംഭവിക്കുന്നതെന്നും അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഒരു അനുഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പ്രതിസന്ധി വിട്ടുന്നപ്പോൾ അതിനെ വിട്ടു ഓടുവാൻ തക്കവണ്ണം ഇടയായി. എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിൽ വന്നു. നാട്ടിൽ വരുമ്പോൾ പല ദൈവസഭകളിലും ഞങ്ങൾ കടന്നു പോകുമ്പോൾ പലരും എന്നെ കണ്ടത് അതിന് മുമ്പ്, രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സാബുവായിട്ടാണ്. അതെൻ്റെ ജാതീയമായ വിഷയങ്ങളുണ്ട്, അതിനകത്ത് ഉൾപ്പെട്ടു. എൻ്റെ കഴിഞ്ഞ കാലത്തെ സ്വഭാവങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടു എന്ന് വേണ്ട, മാനുഷികമായി ചിന്തിച്ചപ്പോൾ എന്നെ തള്ളിക്കളയുന്നതായിട്ടൊരു അനുഭവം എനിക്ക് തോന്നി. ഞാൻ നേരത്തെ ഓർമ്മിച്ചല്ലോ, ഇതെല്ലാം ദൈവത്താൽ ഉള്ള ഒരു ശോധനയാണെന്ന് ചിന്തിക്കുവാനുള്ളതാകുന്ന ഒരു ആത്മീയ പക്വത ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്മാറ്റത്തിലേക്ക് പോകുവാൻ തക്കവണ്ണമായിട്ട്. പിന്മാറ്റമെന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പുനലൂരിലേക്ക് വരുന്നു, താമസം പുനലൂരാക്കുന്നു, പുനലൂർ താമസിക്കുന്നു, ആരാധനയ്ക്കൊക്കെ പോകുന്നു. അപ്പോൾ തന്നെ യാതൊരുവിധ വരുമാനവും ഇല്ലാത്തതുകൊണ്ട് 2ാമത് ഭാര്യ ഗർഭിണിയായി, മൂത്ത തലമുറയുണ്ട്. അവിടെ ആവശ്യങ്ങളൊക്കെ
നടത്തേണ്ടതുണ്ട്. ഇതൊന്നും സാമ്പത്തികമായുള്ള ഇതാകുന്നൊരു ഭദ്രതയില്ലാത്തതുകൊണ്ട്, ഒരു വരുമാന മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും തൊഴിൽ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാം എന്നുള്ള ചിന്തയിൽ ഞാൻ തൊഴിലുമായി ഇറങ്ങി. പഴയ ഓട്ടോറിക്ഷയുമായി ഞാൻ തെരുവുകളിലിറങ്ങി ഓടിക്കുക. അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയും സഭയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യർ ഒക്കെ നമ്മളെ കാണുന്നത് മറ്റൊരു ആംഗിളിലാണെന്നൊരു അപകർഷതാബോധം എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ടു. ഞാനങ്ങനെ ആരാധനയ്ക്ക് പോകാതെയായി, മറ്റു കൂട്ടായ്മകൾക്കൊന്നും പോകാതെയായി. എൻ്റെ ഫുൾ ശ്രദ്ധയും സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ള തരത്തിലായി. എന്ന് പറഞ്ഞാൽ ഈ രക്ഷയിൽ കർത്താവിൻ്റെ വേലയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരു 10 രൂപയോ 100 രൂപയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ പോയി. സമ്പാദിക്കുക എന്നുള്ളതല്ല, അന്നെന്നുള്ള ഭാര്യയുടെയും മക്കളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ അന്നം കണ്ടെത്തുക, അവരുടെ അന്നത്തുള്ള ആവശ്യങ്ങൾ കണ്ടെത്തുക. പക്ഷെ അത് രക്ഷയിലേക്ക് വന്നപ്പോൾ അതൊന്നും കഴിയാതെ പോയ ഒരു സിറ്റുവേഷൻ. ഞാൻ നേരത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതെല്ലാം ദൈവത്തിൻ്റെ ശോധനയാണെന്ന് തിരിച്ചറിയാനുള്ള ആത്മീയ പക്വത ഇല്ലാതായി. ദിവസങ്ങൾ കഴിഞ്ഞു. ആ ജോലിയിൽ തന്നെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. പൂർണ്ണമായും ആരാധനകൾ മുടങ്ങിപ്പോകുന്നു. വീട്ടുകാരോട് ഞാൻ പൂർണ്ണമായിട്ട് ആരാധനയ്ക്ക് പോകണ്ടെന്ന് നിർദ്ദേശിക്കുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പറയും, നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ വളരെ പ്രതിസന്ധി നിറഞ്ഞതല്ലേ, നമ്മൾ പുഴുവരിച്ചു പോയതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മളല്ല പുഴുവരിച്ചത്, നിൻ്റെ ഉദരമാണ്. അതുകൊണ്ട് നീ രക്ഷയിൽ നിന്നുകൊള്ളൂ. പക്ഷേ എനിക്ക് ഒരു സാക്ഷ്യമില്ല, നിനക്കാണ് സാക്ഷ്യമെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് സംസാരിപ്പാൻ തക്കവളേത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഓരോ ദിവസവും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ആരാധനയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസം കഴിഞ്ഞുപോയി. മക്കൾ 2 മക്കൾ 3. ദൈവത്തെ പൂർണ്ണമായും ഉള്ളുകൊണ്ട് മറന്നുപോകുന്ന ഒരനുഭവം. അങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലിൽ നിന്നും ഒരു മാറ്റമുണ്ടായി. ഒരു ബിസിനസ് തുടങ്ങി. ബിസിനസ് എന്ന് പറയുമ്പോൾ മീൻ കച്ചവടമാണ്, മത്സ്യവ്യാപാരം. അതിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു പെട്ടി മീനുമായി തുടങ്ങിയ ആ കച്ചവടം അത് വിപുലമായി. പുനലൂരിൽ ആ വ്യാപാരം നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ചു. ഞാനിങ്ങനെ പണം ആഗ്രഹിച്ച ഞാൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി അല്പം പണം ആഗ്രഹിച്ച എൻ്റെ കയ്യിൽ ഒരു ദിവസത്തെ അന്നത്തിന് മാത്രമല്ല, പണം എന്തു ചെയ്യണമെന്നറിയാതെ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരുന്നു. അപ്പോഴെൻ്റെ മനസ്സിൽ വീണ്ടും ഇനി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലേക്ക് പോയി. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള ആഗ്രഹം അങ്ങനെയാണ്. എത്ര കിട്ടിയാലും മനുഷ്യന് മതിയാകാത്ത ഒന്നാണ് പണം. എന്നാൽ ആ പണം നമ്മളെ നിത്യനാശത്തിലേക്കും വലിയ പ്രതിസന്ധികളിലേക്കും എത്തിപ്പിക്കുമെന്ന് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ പറയട്ടെ പ്രിയമുള്ളവരെ, 2010-11 ഞങ്ങൾ എത്തുമെന്നൊക്കെ കണ്ടെത്തുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ കൊല്ലത്ത് കടൽപ്പുറത്ത് നിന്ന് മത്സ്യവുമായി വരുന്ന വഴിക്ക് എൻ്റെ ശരീരം സ്തംഭിച്ചു പോകും. എൻ്റെ ശരീരത്തിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ എൻ്റെ ശരീരം തളർന്നു പോകും. ഞാൻ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് നിർത്തി. അതിനുശേഷം അന്ന് ആ വ്യാപാരം ആ യഥാസ്ഥാനത്തിലേക്ക് ആ മീൻ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ആദ്യമായി കുറേ രൂപ നഷ്ടമാകുന്നു. എൻ്റെ ശരീരം മുഴുവനും തളർന്നു പോകുന്നു. അങ്ങനെ നീണ്ട 1 വർഷത്തോളം ഞാൻ ആ ശരീരം തളർന്ന അനുഭവത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഡോക്ടർമാരെ കാണുന്നു, ഡോക്ടർമാരെനിക്ക് മരുന്ന് തരുന്നു, അതുപോലെ തന്നെ കിഴിയിടുന്നു എന്ന് വേണ്ട എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു. എന്നാൽ യാതൊരു വിധമാകുന്ന സൗഖ്യവും എനിക്കുണ്ടാകുന്നില്ല. ഒടുവിൽ പൂർണ്ണമായും തളർന്ന്, ശരീരമാസകലം തളർന്ന്, മലമൂത്ര വിസർജനം തന്നെ മനസ്സുകൊണ്ട് അറിയാൻ പറ്റാത്ത തലത്തിൽ
എനിക്ക് മൂത്രം ഒഴിക്കണം എന്നൊരു ചിന്ത എനിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ മൂത്രം പോകുന്നു, മലവിസർജനം പോകുന്നു എന്ന് വേണ്ട, ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. മാത്രമല്ല, ഇതൊന്നും ഞാൻ അറിയുന്നതുമില്ല. ശരീരത്ത് ഒന്നിൻ്റെയും ഒരു ഫീലിംഗ് ഇല്ല. മുണ്ട് ഉടുക്കാൻ കഴിയത്തില്ല എന്ന് വേണ്ട, പൂർണ്ണമായും തളർന്ന് വാട്ടർ ബെഡിൽ കിടക്കുവാൻ തക്കവണ്ണമിടയായി. ഞാൻ അന്ന് ആഗ്രഹിച്ചും മോഹിച്ചും സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു. വാഹനങ്ങൾ നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു. ഒടുവിൽ പുനലൂർ പാലോട്ടുകോണമെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ എൻ്റെ ഉപജീവന മാർഗത്തിന് പോലും യാതൊരു മാർഗവുമില്ലാതെ ഞാൻ ദരിദ്രനായി മാറി. ഒടുവിൽ എൻ്റെ അന്നത്തിന് വേണ്ടി, എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആ ഗ്രാമത്തിൽ പാർത്തിരുന്ന സഹോദരൻ്റെ മക്കൾ, 5ലും 6ലുമൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ക്രിസ്മസ് കരോളും മറ്റ് കാര്യങ്ങളുമായി ഇറങ്ങി അവർ സ്വരൂപിച്ച പണം, തുച്ഛമായ പണം എൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കേണ്ടതാകുന്ന സാഹചര്യമുണ്ട്. നോക്കണം, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ആഗ്രഹിച്ചവൻ പിന്നെ കാശ് നിറയെ സമ്പാദിക്കണമെന്ന് തോന്നി, അത് നിറയെ സമ്പാദിച്ചു, വലിയ റിസ്ക് എടുത്ത് സമ്പാദിച്ചു. ഊണും ഉറക്കവും ശരീരവും ഒക്കെ നഷ്ടപ്പെടുത്തി വ്യാപാരം ചെയ്തു, ഒരുപാട് പണം സമ്പാദിച്ചു. എന്നാൽ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിട്ട് വീണ്ടും ഞാൻ ഒരു ദരിദ്രനായി മാറി. ഒരു ചായ കുടിക്കണമെങ്കിൽ പലരോടും കൈനീട്ടേണ്ടതാകുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ ഞാൻ പറഞ്ഞില്ലേ, 5ലും 6ലും പഠിക്കുന്ന കുട്ടികൾ ക്രിസ്മസ് കരോളും മറ്റു പിരിവുമായി ഇറങ്ങി എന്നെ സഹായിക്കേണ്ടതാകുന്ന ഒരനുഭവത്തിലേക്ക് ഞാനെത്തി. ഒടുവിൽ ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു, ഇനി നടക്കുവാൻ ഒരു സാധ്യതയുമില്ല, ഒരുപക്ഷെ ഇങ്ങനെ തന്നെ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 2012 ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജൻ വിഭാഗത്തിൽ ഞങ്ങൾ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ MRI ചെയ്യിച്ചു. MRI ചെയ്തപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പിടലിയുടെ ബാക്കിൽ, അതായത് സ്പൈനൽ കോഡിൽ ഒരു ട്യൂമറാണ്. ഇത് സർജറി ചെയ്യുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്, എങ്കിലും നമുക്ക് സർജറി ചെയ്ത് നോക്കാം, ഒരു പക്ഷേ അത് വിജയിച്ചേക്കാം. മറ്റൊരു ഡോക്ടർ പറഞ്ഞു, സീനിയർ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, സർജറി ചെയ്താലും ഒരു പക്ഷേ ഇത് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഇതൊക്കെ സൗഖ്യമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കളും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും ഒക്കെ ചേർന്ന് വലിയ പിരിവൊക്കെ എടുത്ത് എനിക്ക് സർജറി നടത്തി. സ്പൈനൽ കോഡിലെ ട്യൂമർ സർജറി ചെയ്തു. ഞാൻ വളരെ പ്രതീക്ഷയോടെ തിയേറ്ററിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവന്നു. എന്നെ ഐസിയുലാക്കി. ചില ദിവസങ്ങൾ ഐസിയുൽ കിടന്നു. ഐസിയുൽ നിന്ന് എന്നെ വാർഡിലേക്ക് മാറ്റുന്നു. ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇങ്ങനെ, എൻ്റെ സർജറി കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് നടക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഞാൻ വീണു പോവുകയാണ്. ഡോക്ടർ വീണ്ടും വന്നു. KL സുരേഷ് കുമാർ എന്ന് പറയുന്ന ന്യൂറോ സർജൻ ചീഫ് 1 അദ്ദേഹം വന്നു. വീണ്ടും പറഞ്ഞൊരു MRI ചെയ്യാം. ആ MRI ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, സാബു സോറി, താങ്കൾക്ക് നടക്കാൻ കഴിയത്തില്ല, വളരെ ഒരു പ്രയാസകരമായ ഒരു അനുഭവമാണ് താങ്കൾക്ക് നടക്കാൻ കഴിയുന്നത്, മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് മരുന്ന് ചെയ്യാം. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അധിക നാൾ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നില്ല. വളരെ പ്രയാസമായി. ആ പ്രയാസം മാത്രമല്ല, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത്, ഞാൻ പുറകിലേക്ക് വീഴുന്ന സമയത്ത് എൻ്റെ സ്പൈനൽ കോഡിലെ സ്റ്റിച്ച് പൊട്ടുന്നു, വീണ്ടും എന്നെ സ്റ്റിച്ച് ഇടുന്നു, ഞാൻ ഐസിയുലാകുന്നു. ഐസിയുൽ സ്റ്റിച്ചൊക്കെ ഇട്ടതിന് ശേഷം എൻ്റെ കഴുത്തിലൊരു കോളർ ഫിറ്റ് ചെയ്തിട്ട് വളരെ വേദനയും അസഹ്യമായിട്ട് ഞാനിങ്ങനെ കിടക്കുകയാണ്. ഞാനിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു വേദന. എനിക്ക് വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്യുന്നു, മരുന്ന് ചെയ്യുന്നു, പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ടിട്ട് ഞാൻ നിലവിളിക്കുകയാണ്. എൻ്റെ നിലവിളി ഇങ്ങനെയാണ്, ദൈവമേ എന്നെ കൊല്ലരുതേ. ഞാൻ ഒരിക്കൽ അങ്ങയുടെ സ്നേഹം രുചിച്ചറിഞ്ഞ ആളാണ്. ഒരിക്കൽ അങ്ങയുടെ വളരെ വലിയ സൗഖ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞ ആളാണ്. എവിടെയോ ഞാൻ അങ്ങയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ഞാൻ അങ്ങയിൽ നിന്ന് ഏറെ ദൂരം പോയിരിക്കുന്നു. പരിശുദ്ധനെ, എന്നെ കൊല്ലരുതേ എന്ന് നിലവിളിപ്പാൻ തക്കവണ്ണമിടയായി. ഇത് കേട്ടുകൊണ്ട് ആ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു നേഴ്സ്, ആ മാഡം ഒരു പ്രവാചകൻ്റെ ഭാര്യയാണ്,
ഒരു ദൈവവേലയിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷകയാണ്. അവർ ഇത് കേട്ടുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മോനെ, നീ യേശുവെ യേശു എന്ന് വിളിക്കുന്നല്ലോ, എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ആയിരുന്നു. എന്നാൽ എവിടെയോ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൽ നിന്ന് ഉള്ളതാകുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ലോകത്തെ, പണത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിലെത്തി. ആൻറ്റി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ഇല്ല മകനെ, നിൻ്റെ പാപം ഇന്നും മോചിച്ചു തരുവാൻ കർത്താവിന് കഴിയും. പക്ഷെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നിന്നെ ഒന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ സൗഖ്യമാക്കും. നിൻ്റെ പാപം ഇന്ന് നിന്നെ വിട്ടുമാറും. ആ ആൻറ്റി എൻ്റെ കരത്തിൽ അവരുടെ കരം വെച്ചു എനിക്ക് വേണ്ടി ആ ഐസിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഒരു പാട്ടിൻ്റെ 4 വരികൾ എൻ്റെ കാതിനോട് ചേർന്ന്, ഐസിയുലല്ലേ, ശബ്ദത്തിൽ സംസാരിക്കാൻ പോലും കഴിയത്തില്ല, പക്ഷെ അവരെൻ്റെ കാതിനോട് ചേർന്ന് അവരിങ്ങനെ പാടി, മനസ്സലിവിൻ മഹാദൈവമേ എന്ന്. മനസ്സലിവിൻ മഹാദൈവമേ, കനിയേണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ എന്ന് പാടിയിട്ട് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരിക്കലും നടക്കാൻ സാധിക്കത്തില്ല എന്ന് ന്യൂറോ സ്പെഷ്യലിസ്റ്റായ ചീഫ് 1 KL സുരേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ പാപം ആ പ്രിയ ദേവദാസിയുടെ സാന്നിധ്യത്തിൽ എൻ്റെ ദൈവത്തോട് ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ, കാരുണ്യവാനും കരുണാമയനുമായ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തു, ആകാശത്തെയും ഭൂമിയെയും ചരത്തെയും ചരാചരങ്ങളെയും സൃഷ്ടിച്ച യേശു ക്രിസ്തു എൻ്റെ പാപത്തെ, അല്ലെങ്കിൽ എൻ്റെ അനുസരണക്കേടിനെ, എൻ്റെ അകൽച്ചയെ ഒന്ന് മാറ്റി കർത്താവിനോട് അടുക്കുവാൻ തക്കവണ്ണം ഒരു അവസരം നൽകി. നടക്കില്ല എന്ന് ടെക്നോളജികൾ സ്കാനിങ് റിപ്പോർട്ട് കണ്ട് അതിലെ ബിരുദധാരിയായ ഡോക്ടർ KL സുരേഷ് കുമാർ സാർ പറഞ്ഞ സ്ഥാനത്ത് ഞാൻ അതേ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരുമ്പോൾ എൻ്റെ ഭാര്യയുടെ കരം പിടിച്ച് വലത് കയ്യിൽ ഒരു സ്റ്റിക്കുമായി ഞാൻ നടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ പാപം, എൻ്റെ അനുസരണക്കേട് ഞാൻ എൻ്റെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഞാൻ അതിനെ ഉപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്നോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം എന്നെ സൗഖ്യമാക്കി. അങ്ങനെ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തെ ഞാൻ ജയിപ്പാൻ തക്കവണ്ണം ഇടയായി. എന്നെ തളർത്തുവാൻ ഒരു ക്യാൻസറിനും കഴിഞ്ഞില്ല. ഒരു പക്ഷേ ചില നാളുകൾ എന്നെ ഒന്ന് കിടത്തുവാൻ, ചില നാളുകൾ എന്നെ ഒന്ന് ഇരുത്തുവാൻ, അല്ലെങ്കിൽ ചിലത് എന്നെ പഠിപ്പിക്കുവാൻ കർത്താവ് ഒന്ന് എന്നെ കിടത്തുവാനോ ഇരുത്തുവാനോ ഇടയാക്കി. എന്നാൽ ആ സാഹചര്യത്തിൽ ഞാൻ ഇനി ഇല്ല എന്ന് ചിന്തിച്ച സ്ഥാനത്ത് കർത്താവിന് എന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ എന്നെ നടത്തുമാറാക്കിയ ഒരു ദൈവമാണ് യേശു ക്രിസ്തു. പറയട്ടെ പ്രിയമുള്ളവർ, 2012 ഫെബ്രുവരി മാസം 11-ാം തീയതി അതേ ICUയിൽ കിടന്നുകൊണ്ട് തീരുമാനമെടുത്ത സാബു അഞ്ചൽ ഇനി അധിക നാൾ ജീവിച്ചിരിക്കില്ല, നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2011 മുതൽ 2024 വരെ നടന്നുകൊണ്ട്, വാഹനമോടിച്ചുകൊണ്ട്, ക്ഷീണവും പ്രയാസങ്ങളും രോഗത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടുവെങ്കിൽ തന്നെയും എന്നെ ഇത്രത്തോളം ബലത്തോടെ നടത്തിയ, അല്ലെങ്കിൽ ഇത്രത്തോളം സംസാരിപ്പാൻ സഹായിച്ച, ഇത്രത്തോളം എൻ്റെ മക്കൾക്ക് നല്ല അപ്പനായി ജീവിപ്പാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വലിയ സംഭവ വികാസമായ ഒരു കാര്യമാണ് ഇന്ന് പകലിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്നുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ കരത്തിൽ എല്ലാമുണ്ട്. അവൻ്റെ കരത്തിൽ ക്ഷമയുണ്ട്, അവൻ്റെ കരത്തിൽ സ്നേഹമുണ്ട്, അവൻ്റെ കരത്തിൽ കരുതലുണ്ട്, അവൻ്റെ കരത്തിൽ സമ്പത്തുണ്ട്, അവൻ്റെ കരത്തിൽ നമ്മളെ കരുതുവാനുള്ള എല്ലാവിധ മാർഗങ്ങളുമുണ്ട്. നമ്മൾ ചിന്തിക്കും ഇത് നാശത്തിലാണ്, ഇതിവിടെ അവസാനിച്ചു പോയിരിക്കുന്നു എന്ന്. എന്നാൽ നമ്മുടെ ചിന്തകളും നിരൂപണങ്ങളുമല്ല നമ്മെക്കുറിച്ച് കർത്താവിനുള്ളത്. ഞാൻ അല്പനാളുകളിൽ ഉണ്ടായ പ്രതിസന്ധികളിൽ, അല്ലെങ്കിൽ
ഞെരുക്കത്തിൽ, ഇടുക്കത്തിൽ ഞാൻ കർത്താവിൽ നിന്നും മാറി എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് അല്പസമയം എന്തൊക്കെയോ ലഭിച്ചു. എന്നാൽ ആ അല്പസമയത്തെ കാലാവധിക്കുള്ളിൽ തന്നെ അത് എൻ്റെ കരത്തിൽ നിന്ന് ശൂന്യമായി. എന്താണോ ഞാൻ ആഗ്രഹിച്ചത് അത് ലോകം എനിക്ക് തന്നു, ദൈവമല്ല, ലോകം എനിക്ക് തന്നു. ആ ലോകം അത് എന്നിൽ നിന്ന് അപ്പാടെ എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ലോകം തരുന്നതും ദൈവം തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം തന്നാൽ അത് നിന്റെ ഭാവിക്ക് പ്രയോജനമുള്ള തലത്തിൽ ദൈവം തരുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊന്നും വാങ്ങാതെ ലോകത്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നത് അത് അങ്ങനെ തന്നെ നശിച്ചു പോകുവാൻ തക്കവണ്ണം ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കാണുമ്പോൾ, പൗലോസ് പ്രൗഢിയുള്ള ഒരു അനുഭവത്തിൽ തൻ്റെ ശ്രേഷ്ഠമായ ആരോഗ്യമുള്ള ഒരു കുതിരപ്പുറത്ത് തൻ്റെ പദവിയുടെ അലങ്കാരത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പൗലോസ്. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ട് 3 ദിനം അവനൊരു ഭവനത്തിൻ്റെ മൂലയിലിരുന്നു. യേശുവിനാൽ തന്നെ സൗഖ്യമായി എഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിനെ കണ്ട ദിവസം താൻ സഞ്ചരിച്ച കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങിയ പൗലോസ് പിന്നെ കുതിരപ്പുറത്ത് കയറിയതായോ സഞ്ചരിച്ചതായോ വേദപുസ്തകത്തിൽ എങ്ങും കാണുന്നില്ല. ഒടുവിൽ 2 തിമത്തിയോസിലേക്ക് വരുമ്പോൾ ഒരു ദരിദ്രനായിരുന്നിട്ട് ഒരു പുതപ്പ് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യനോട് പറയുന്നൊരു അനുഭവമുണ്ട്. കഴിയുമെങ്കിൽ ത്രോവാസിൽ ഞാൻ മറന്നു വെച്ച ഒരു പുതപ്പ് കൊണ്ടുവന്ന് എനിക്ക് തരുമോ? താൻ വാർദ്ധക്യത്തിലായി, തൻ്റെ ശരീരം ക്ഷീണിച്ചു, തനിക്ക് ആ കാലാവസ്ഥയൊന്നും പിടിക്കുന്നില്ല. താൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എങ്ങോ മറന്നു വെച്ച ഒരു പഴയ പുതപ്പ്, അതൊരു പക്ഷേ കീറിയതാകാം, ഒരു പക്ഷേ അത് പ്രയോഗിക്കാൻ കഴിയാത്തതാകാം, എങ്കിലും അതുമാത്രം എനിക്കൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളാം. എനിക്ക് ഈ ലോകത്തിലെ ഒന്നും വേണ്ട. എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത കൊണ്ട് ഈ കാലാവസ്ഥയിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം എനിക്ക് ഈ ലോകത്തിൽ നിന്നൊന്നും മുഖ്യമായി ആ പുതപ്പ് മാത്രം എനിക്ക് മതി. അങ്ങനെ ദാരിദ്ര്യത്തിൽ കർത്താവിനെ സേവിച്ച് ഒടുവിൽ അവിടെ പറയുന്നു, ഞാനോ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടത്തിനെ കാത്തിരിക്കും. ഒരു നീതിയുടെ കിരീടം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവ പൈതലുണ്ടോ? അവൻ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ക്രിസ്തീയ ജീവിതം അവന് കഷ്ടത നിറഞ്ഞതായിരിക്കും. ഒരു പക്ഷേ താൻ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. താൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഒരു പക്ഷേ ലഭിച്ചില്ല എന്ന് വരാം. താൻ ആഗ്രഹിക്കുന്ന വാഹനം ലഭിച്ചില്ല എന്ന് വരാം. സഞ്ചരിപ്പാൻ ഒരു സൈക്കിള് പോലും ഒരു പക്ഷേ ലഭിച്ചില്ല എന്ന് വരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിൻ്റെ നടുവിൽ നിനക്ക് ലഭിക്കുന്ന ഒന്നുണ്ട്, ദൈവകൃപ. ആ ദൈവകൃപ നിന്നെ നടത്തുമാറാക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നിനക്കും എനിക്കും ഒടുവിലത്തെ പറയാൻ കഴിയും, ഞാനും നല്ല പോർ പൊരുതുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം കണ്ണുനീര് നിറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം രോഗം നിറഞ്ഞതാണ്. എന്ന് വേണ്ട, ഈ ലോകത്തിലെ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ശത്രുത്വമായി മാറും. കാരണം യേശുക്രിസ്തു ഈ ലോകത്തെ സ്നേഹിച്ചവനല്ല. യേശുക്രിസ്തു ലോകത്തിൻ്റെ ഒന്നും ആഗ്രഹിച്ചതല്ല. അതേ അനുഭവമാണ് ആ യേശുവിനെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക്. കഷ്ടത നിന്റെ ജീവിതത്തിൽ ഒരു കൃപയെ ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? വേദനകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം ഒരു കൃപയായി ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അതിനുള്ള താല്പര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവവേദലാണ്. ഇന്നും പ്രതിസന്ധികളുടെ നടുവിലൂടെ,
ഇന്നും അപമാനത്തിൻ്റെ നടുവിലൂടെ, ഇന്നും ഒറ്റപ്പെടലിൻ്റെ നടുവിലൂടെ, ഇന്നും മാറ്റി നിർത്തപ്പെടുന്ന അനുഭവങ്ങളിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോഴും എനിക്കൊന്ന് പറയാനുണ്ട്. ഇത് ക്രിസ്തു എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ഒരു ശോധനയാണ്. ഞാൻ കൊള്ളാവുന്നവനായി തികഞ്ഞു വരേണ്ടതിന് ദൈവം എന്നെ ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ എനിക്ക് നന്മ അധികമായി ലഭിച്ചാൽ, ഒരു പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായൊക്കെ എന്തെങ്കിലുമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ക്രിസ്തുവിനെ വിട്ടു പോകുവാൻ തക്കവണ്ണം ഇടയാകും. എൻ്റെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കഷ്ടത അത് സ്വർഗത്തിലേക്ക് നമ്മൾ പോകുവാനുള്ള പടികളാണ്. നിത്യതയിലേക്ക് നമ്മൾ കയറുവാനുള്ള പടികളാണ് കഷ്ടത. ആ കഷ്ടതയെ രുചിച്ച് അറിഞ്ഞുകൊണ്ട് രുചിയുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ലാഘവത്തോടെ ആ കഷ്ടതയെ രുചിച്ചറിഞ്ഞുകൊണ്ട് നല്ല പോർ പൊരുതാം, ഓട്ടം തികയ്ക്കാം, വിശ്വാസം കാക്കാം, നീതിയുടെ കിരീടം പ്രാപിക്കാം. ഇതിനെ ദൈവമക്കളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ എബനേസർ ഗോസ്പൽ ടിവിയുടെ നിത്യജീവൻ്റെ മൊഴിയിൽ 2ാം പ്രാവശ്യവും എനിക്ക് സാക്ഷ്യമായി നിൽപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ഇതിനവസരമൊരുക്കിയ പ്രിയ അബ്രഹാം പാസ്റ്റർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നും നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.